ബാനർ യുദ്ധത്തിലെ കാര്യങ്ങൾ പോകുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടെത്തിയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ബാനറുകൾ വലിയ രോഷാകുലനായി ആ ബാനറുകൾ അഴിപ്പിച്ചത്. 1-9 എന്ന മട്ടിൽ എന്ന കണക്കിൽ പുതിയ ബാനറുകൾ ക്യാമ്പസിലേക്ക് എത്തുന്നു. അത് നേരത്തെ സംഗീത് ചാൻസലർ വാപ്പസ് ജാവോ എന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ, ഗവർണറെ, ചാൻസലറെ പ്രകോപിതനാക്കിയെങ്കിൽ അതിൻ്റെയൊക്കെ 50 ഇരട്ടി പ്രകോപിതനാകാൻ പാകത്തിലുള്ള ബാനർ, കുറച്ചുകൂടി വലിയ രീതിയിൽ, കുറച്ചുകൂടി വലിയ ഫോണ്ടിൽ, കുറച്ചുകൂടി നീളമുള്ള ബാനറുകളായി ക്യാമ്പസിലെമ്പാടും ഉയർത്തുകയാണ് SFI പ്രവർത്തകർ. എന്ന് പറഞ്ഞാൽ ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് SFI ഒരു ബാനർ അഴിപ്പിച്ചാൽ ഞങ്ങൾ 9 ബാനർ ക്യാമ്പസിൽ ഉയർത്തും എന്ന പ്രഖ്യാപനം SFI നടത്തുകയാണ്. അവിടെ പോലീസ് തൽക്കാലം ഈ ബാനർ അഴിക്കാൻ നിൽക്കുന്നില്ല. ഇനി ഗവർണറുടെ, ചാൻസലറുടെ നേരിട്ടുള്ള നിർദ്ദേശം അക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നും അറിയില്ല. ഉച്ചയ്ക്ക് ഗവർണർ പറഞ്ഞപ്പോൾ സർവകലാശാല അത് കേട്ടിരുന്നില്ല, ഈ ബാനർ അഴിക്കാൻ. പിന്നീടാണ് വൈകുന്നേരമായപ്പോഴേക്കും ഉച്ചക്കത്തേക്കാൾ കൂടുതൽ വലിയ രോഷത്തോടെ ജില്ലാ പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തോട് കഠിനമായ ഭാഷയിൽ ശകാരിക്കുകയും അദ്ദേഹം തന്നെ അവിടെ നിന്നുകൊണ്ട് ആ ബാനർ നേരിട്ട് അഴിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കേരളം കണ്ടതാണ്. അപൂർവമായ ദൃശ്യങ്ങളാണ്. കേരളത്തിൽ ഇതിനു മുമ്പ് അങ്ങനെയൊന്നും അങ്ങനെ കണ്ടിട്ടുള്ളതല്ല. അപ്പോൾ അത്തരത്തിൽ പ്രകോപിതനായ ചാൻസലർ SFIയുടെ പുതിയ ബാനറിനോട് എന്താകും അദ്ദേഹത്തിൻ്റെ പ്രതികരണമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ കൂടുതൽ നടപടി, VC-ക്കെതിരെയുള്ള നടപടി, അങ്ങനെ ഭരണതലത്തിലുള്ള കൂടുതൽ നടപടികളിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുമോ എന്നും അറിയില്ല. ക്യാമ്പസിലെമ്പാടും വലിയ പോലീസ് സന്നാഹമുണ്ട്. ഈ ബാനറുകളോട് പോലീസിൻ്റെ സമീപനം എന്താണ്? ഇപ്പോൾ ഒരു ബാനർ കണ്ടപ്പോഴേക്കും പ്രകോപിതനായ ഗവർണർ അത് അഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയെങ്കിൽ ഇത്രയധികം ബാനറുകൾ ക്യാമ്പസിൽ ഉയരുമ്പോൾ ഏത് രീതിയിലാകും? അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയാൽ വിദ്യാർത്ഥി പ്രതിഷേധം ഏത് രീതിയിൽ ഉയരും? ഇപ്പോൾ ആ ബാനർ അഴിച്ച ബാനർ അല്ലെങ്കിൽ കെട്ടിയ ബാനർ അഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് SFI പ്രവർത്തകർ ആവർത്തിച്ച് പറയുമ്പോൾ പോലീസ് അതിന് മുതിരുമോ? അതിന് മുതിർന്നാൽ ഏത് രീതിയിലാകും SFIയുടെ പ്രതിരോധം ക്യാമ്പസിൽ? അത് പറയാൻ കാരണം, നേരത്തെ CPM ഭരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനായിരിക്കെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിനെതിരെയൊക്കെ അതിരൂക്ഷ വിമർശനങ്ങൾ നേരത്തെ PM ആർഷോ അടക്കമുള്ളവർ നടത്തിയത് നമ്മൾ കേട്ടു. അങ്ങനെ ഈ രാത്രി കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു സംഘർഷഭരിത രാത്രിയാണെന്ന് തോന്നുന്നു. ഗവർണർ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമോ എന്ന കാര്യവും അറിയില്ല. സമീർ ബിൻ കരീം തുടരുന്നുണ്ട്. സമീർ, എന്താണ് ഗവർണറുടെ നിലപാട് എന്നറിയാൻ കഴിയുന്നുണ്ട്? അവിടെ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. VC-ക്കെതിരെ നടപടിയാലോചനയൊക്കെ ഉണ്ടെന്ന് അറിയുന്നു. അതല്ലാതെ അന്നത്തെ പോലെ പ്രത്യക്ഷമായി വീണ്ടും ഒരിക്കൽ കൂടി ഇറങ്ങുമോ ചാൻസലർ? പ്രേക്ഷകർ വിൻഡോയിൽ കാണുന്ന ജില്ലാ പോലീസ് മേധാവിയെ വിളിച്ച് കഠിനമായ ഭാഷയിൽ ശകാരിക്കുകയും ആ പോസ്റ്റർ നേരിട്ട് അപ്പോൾ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ, ശ്രീമാൻ ചാൻസലർ അപ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കയറ്റി ആ ബാനർ അഴിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. വൈകിട്ടത്തെ ദൃശ്യങ്ങൾ, അധികം സമയമായിട്ടില്ല ഈ ദൃശ്യങ്ങൾ ഉണ്ടായിട്ട്. അതിനോട് മിനിറ്റുകൾക്കകമാണ് SFIയുടെ പ്രതികരണം. മിനിറ്റുകൾക്കകം അതിനേക്കാൾ കൂടുതൽ എണ്ണം പോസ്റ്ററുകൾ, അതിനേക്കാൾ കൂടുതൽ വലിയ പോസ്റ്ററുകൾ, അതിനേക്കാൾ കൂടുതൽ രൂക്ഷമായ ഭാഷയിലുള്ള പോസ്റ്ററുകൾ ഉയർത്തുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ SFI. മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ, ദിസ് ഈസ് കേരളം എന്ന ഒരു ബാനർ ആദ്യം ഉയർത്തി. രണ്ടാമത് ഡൗൺ ചാൻസലർ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി. ഡോണ്ട് സ്പിറ്റ് ഹാൻസ് ആൻഡ് പാൻപരാഗ് ഹിയർ എന്നുള്ള വേറൊരു ലഹരിവിരുദ്ധ മുദ്രാവാക്യം SFI ക്യാമ്പസിൽ. ലഹരിവിരുദ്ധ മുദ്രാവാക്യം എപ്പോഴും നല്ലതാണ്. ക്യാമ്പസുകൾ ലഹരിമുക്തമായിരിക്കുകയും വേണം, അക്കാര്യത്തിൽ തർക്കവുമില്ല. അങ്ങനെ ഒരു ലഹരിവിരുദ്ധ മുദ്രാവാക്യം, അതിൻ്റെ കോണ്ടക്സ്റ്റ് എനിക്ക് വ്യക്തിപരം മനസ്സിലായില്ലെങ്കിൽ കൂടിയും അവിടെ SFI ഉയർത്തുന്നു. കൂടുതൽ ബാനറുകൾ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്ന് നേരം പുലരുന്നതിനകം 100 കണക്കിന് ബാനറുകൾ ക്യാമ്പസിലെമ്പാടും ഉണ്ടാകും എന്നുള്ളതാണ് PM ആർഷോയുടെ പ്രഖ്യാപനം. സംഘടനാ ബലമുള്ള SFIയുടെ കൂടുതൽ പ്രവർത്തകർ ബാനറുകളും അങ്ങോട്ടേക്ക് എത്തുകയാണ്. കൂടുതൽ പ്രവർത്തകരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യമൊക്കെ ഉണ്ടോ എന്നറിയില്ല. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, എന്താണ് ക്യാമ്പസിലെ അന്തരീക്ഷം? അരുൺ പാറക്കലാണ്. അരുൺ, എന്താണ് ക്യാമ്പസിന് അന്തരീക്ഷം? ഗവർണറുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഈ രാത്രി പ്രതീക്ഷിക്കണോ അരുൺ? സർവകലാശാലയിൽ ഹാഷ്മി, ഇപ്പോഴും ഗവർണറും വൈസ് ചാൻസലറുമായി ചർച്ച പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. കൂടുതൽ ബാനറുകൾ SFI ഇവിടെ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ക്യാമ്പസിലുടനീളമുള്ളത്. ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തുന്ന ഒരു കാഴ്ച, അതായത് ക്യാൻറ്റീൻ പരിസരത്ത് നിന്ന് വിദ്യാർത്ഥികൾ, ഹോസ്റ്റലിൽ നിന്നുമൊക്കെ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം ക്യാമ്പസിനകത്ത് SFI ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഗവർണറും അനുനയ നീക്കത്തിന് തയ്യാറല്ല എന്നുള്ളതാണ്. പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗവർണറുടെയും SFI പ്രവർത്തകരുടെയും ഇപ്പോൾ ക്യാമ്പസിനകത്തെ നീക്കം എന്നുള്ളതാണ്. ഇപ്പോൾ
കൂടുതൽ ബാനറുകൾ സർവകലാശാലയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. SFI പ്രവർത്തകർ കൂടുതൽ സംഘടിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസ് അതിനനുസരിച്ച് സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ പോലീസുകാർ ഇവിടെ എത്തുന്നുണ്ട്. മാത്രമല്ല ഗവർണർക്ക് ചുറ്റും, അതായത് ഗവർണർ താമസിക്കുന്ന സർവകലാശാല ഗസ്റ്റ് ഹൌസിന് ചുറ്റും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ SFI പ്രവർത്തകർ അതിനകത്തേക്ക് കരിങ്കൊടിയുമായോ മറ്റോ കടന്നു ചെല്ലാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തന്നെ പോലീസ് ഏർപ്പെടുത്തുന്നത്. മലപ്പുറം SP എസ് ശശിധരൻ നേരിട്ട് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും സർവകലാശാല ഗസ്റ്റ് ഹൌസിനുള്ളിൽ ഗവർണറും വൈസ് ചാൻസലറും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. വൈസ് ചാൻസലർക്കെതിരെ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് PCക്കെതിരെ നടപടി എന്ന് പറയുമ്പോൾ എന്ത് നടപടി? അരുൺ, കേരളത്തിലെ ക്യാമ്പസുകളിൽ ബാനർ ഉയർത്തുന്നതിന് ഒരു നിരോധനം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ കാലാകാലങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകരും അല്ലാത്തവരും ഒക്കെ ബാനറും ഫ്ലക്സുകളും ഒക്കെ കാലാകാലം സർഗാത്മകമായും അല്ലാതെയും ഒക്കെ ഉയർത്താറുള്ള ക്യാമ്പസുകളാണ് കേരളത്തിലെ ക്യാമ്പസുകൾ. മാത്രമല്ല, നമ്മുടെ തെരുവുകളിലൊക്കെ നോക്കിയാൽ കാണാമല്ലോ എത്ര രൂക്ഷ രാഷ്ട്രീയ വിമർശനങ്ങളുള്ള ബാനറുകൾ ഫ്ലക്സുകളുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞ് ചാൻസലർ VCക്കെതിരെ നടപടി എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അരുൺ? ബാനർ ഉയർത്തി എന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അഴിച്ചില്ല എന്നതിൻ്റെ പേരിലോ? ഹാഷ്മി, SFI പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധം അത് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നതാണ്. SFI പ്രവർത്തകരെ ഇത്തരത്തിൽ ഗവർണർക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും ഗവർണർ സ്വീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഈ ഒരു ബാനറുകൾ, കറുത്ത ബാനറുകൾ അഴിച്ചു നീക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ 6 മണിക്കൂർ പിന്നിട്ടിട്ടും അത് അഴിച്ചു നീക്കാൻ വൈസ് ചാൻസലർ തയ്യാറായില്ല, സർവകലാശാല അധികൃതർ തയ്യാറായില്ല. അതേ തുടർന്നാണ് 7 മണിയോടുകൂടി പുറത്തിറങ്ങിയ ഗവർണർ പ്രകോപിതനായി പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ശകാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജില്ലാ പോലീസ് മേധാവിയെ കൊണ്ട് തന്നെ ഈ ഒരു ബാനറുകൾ അഴിച്ചു മാറ്റിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനനുസരിച്ചാണ് ഇപ്പോൾ SFI പ്രവർത്തകരും സംഘടിച്ചെത്തി. ഇപ്പോൾ ഇവിടെ ക്യാമ്പസിനകത്ത് 3 ബാനറുകൾ ഉയർത്തിക്കഴിഞ്ഞു. ശക്തമായ പ്രതിഷേധം രാത്രിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും പ്രവർത്തകർ ഈ പരീക്ഷാ ഭവന് മുന്നിൽ സംഘടിച്ചിരിക്കുകയാണ്.